വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഡെയിലി കറണ്ട് അഫേഴ്സ് സീരീസിലേക്ക് നമ്മുടെ കറണ്ട് അഫേഴ്സ് സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ന് 10:30 ലൈവ് നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ കൊണ്ടൊന്ന് കട്ടായി പോയത് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഫാക്റ്റുകൾ നിങ്ങൾക്ക് മിസ്സാവരുത് എന്നൊരൊറ്റ ഉദ്ദേശം കൊണ്ട് നമ്മൾ ഈ റെക്കോർഡഡ് വീഡിയോ ഇടുന്നത്. അപ്പൊ നിങ്ങൾ ലൈവ് കാണുന്ന അതേ ഇൻട്രസ്റ്റോടു കൂടി, എല്ലാ ദിവസവും നിങ്ങൾ ലൈവിൽ വരുന്ന അതേ ഇൻട്രസ്റ്റോടു കൂടി, അതേ ഒരു ആവേശത്തോടു കൂടി തന്നെ നിങ്ങൾ റെക്കോർഡഡ് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡെയിലി കറണ്ട് അഫേഴ്സിലേക്ക് നമുക്ക് പോകാം. ആദ്യം നമ്മൾ പോകുന്നത് ഏതിലേക്കാണ്? MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്കാണ്. എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ കുറച്ച് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ കിടക്കുന്നത് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്കാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ത്വരിതപ്പെടുത്തുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് ബി സ്മൈൽ സംരംഭം ആരംഭിച്ചത്? എന്താണ് സംരംഭത്തിന്റെ പേര്? ബി സ്മൈൽ എന്ന് പറയുന്നതാണ് സംരംഭത്തിന്റെ പേര്. എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ത്വരിതപ്പെടുത്തുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് ബി സ്മൈൽ പദ്ധതി ആരംഭിച്ചത്, അല്ലെങ്കിൽ ബി സ്മൈൽ സംരംഭം ആരംഭിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു സ്മൈൽ ഉണ്ടാകും അല്ലെ, സന്തോഷം ഉണ്ടാകും. ഈ സന്തോഷം നമുക്ക് അടക്കാനാവാത്ത സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ അടക്കി പിടിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ബി സ്മൈല് അടക്കാനാവാത്ത, അടക്കി പിടിക്കാനാവാത്ത ഒരു സന്തോഷം ഉണ്ടാകുന്നത് കർണാടക സർക്കാരാണ് ഇങ്ങനെ ഒരു ബി സ്മൈൽ എന്ന് പറയുന്ന സംരംഭത്തിന് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അടക്കാനാവാത്ത സ്മൈല് കർണാടക. ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കണം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ബി സ്മൈൽ സംരംഭം ആരംഭിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നമ്മുടെ കർണാടകയാണ്. എന്താണ് അതിന്റെ കാര്യം? പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ത്വരിതപ്പെടുത്തുന്നതിനായിട്ടാണ് ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്, ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ, നാഗർഹോൾ കടുവ സംരക്ഷണ കേന്ദ്രം ഏതു സംസ്ഥാനത്താണ്? നാഗർഹോൾ കടുവ സംരക്ഷണ കേന്ദ്രം എന്താണ്? നാഗർഹോൾ കടുവ സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? വീണ്ടും നമ്മുടെ ആൻസർ ആയിട്ട് എന്ത് വന്നിരിക്കുകയാണ്? കർണാടക വന്നിരിക്കുകയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കർണാടകയിലാണ് നാഗർഹോൾ കടുവ സംരക്ഷണ കേന്ദ്രം ഉള്ളത്. ഓർത്തു വെച്ച് പഠിച്ചോളുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ, സമുദ്രയാൻ ദൗത്യത്തിനായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സബ് മേഴ്സിബിൾ വാഹനത്തിന്റെ പേരെന്താണ്? നമ്മൾ ഇന്നലത്തെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിൽ PSC ബുള്ളറ്റിൻ പഠിക്കാൻ നേരത്തെ ഹോട്ട് ടോപ്പിക്കുകളായിട്ട് ഇന്നലത്തെ നമ്മൾ ഹോട്ട് ടോപ്പിക്ക് പഠിച്ച സമയത്ത് PSC ബുള്ളറ്റിൻ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഭാഗത്ത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോയതാണ് സമുദ്രയാൻ ദൗത്യത്തെ കുറിച്ച്. എന്താണ് സമുദ്രയാൻ ദൗത്യം എന്ന് പറയുന്നത്? സമുദ്രത്തിന്റെ അടിത്തട്ടിലെ രഹസ്യങ്ങളെ കണ്ടെത്താൻ വേണ്ടി സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ദൗത്യമാണ് സമുദ്രയാൻ എന്ന് പറയുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന ഈ ഒരു ഏത് വാഹനത്തിലാണ് നമ്മൾ ആളെ നമ്മുടെ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തിക്കുന്നത്? സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന സബ് മേഴ്സിബിൾ വാഹനം ഏതാണ്? അത് മത്സ്യ 6000 എന്ന് പറയുന്നതാണ് അല്ലെ. സബ് മേഴ്സിബിൾ വാഹനത്തിന്റെ പേരെന്ന് പറയുന്നത് മത്സ്യ 6000 എന്ന് പറയുന്നതാണ്. സമുദ്രയാൻ പദ്ധതിയുടെ ഭാഗമാണ്. എന്താണ് സമുദ്രയാൻ പദ്ധതി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ മത്സ്യ 6000 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലത്തെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിൽ പഠിച്ചതാണ്, ഓർത്തു വെച്ചോളുക. ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ, 2025 മുതൽ 2039 വരെയുള്ള ജനറേഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? 2025 മുതൽ 2039 വരെയുള്ള ജനറേഷൻ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? അപ്പൊ 2000 തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 2K കിഡ്സ് എന്ന് പറയും അല്ലെ. 2000 തൊട്ടാണ് അങ്ങോട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ എങ്ങനെയാ പറയുന്നത്? 2K കിഡ്സ് എന്നാണ് പറയുന്നത്. അതിന് പുറകോട്ടുള്ള ആളുകളെ 90s എന്ന് നമ്മൾ പറയും അല്ലെ. ഇനി 2025 തൊട്ട് 2039 വരെയുള്ള ജനറേഷനെ നമ്മൾ ബീറ്റ, അതിലും ചെറിയ ആളുകളാണ് അല്ലെ, അതിലും ചെറിയ ആളുകളാണ് അവര്. അപ്പൊ ബീറ്റ ജനറേഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്താണ്? ബീറ്റ ജനറേഷൻ ആണ്. 2025 തൊട്ട് 2039 വരെയുള്ള ജനറേഷൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ബീറ്റ ജനറേഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നു. 2025 ജാനുവരിയിൽ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2025 ജാനുവരിയിൽ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? അപ്പൊ വായു മലിനീകരണമാണ് അല്ലെ. ഒരുപാട് ട്രാഫിക്കും വാഹനങ്ങളൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വായു ഒക്കെ മലിനീകരണമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ പറയുമല്ലേ, ട്രാഫിക്കിന്റെ അകത്ത് ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പറയും, എന്ത് നോയിസ് ആണ് ഇവിടെ, നോയിസ് പൊല്യൂഷനും എല്ലാം ഉണ്ടല്ലേ, വായു മലിനീകരണവും എന്ത് നോയിസ് ആണെന്ന് നമ്മൾ പറയും. എവിടെയാണ്, ഏതാണ് ആ നഗരം എന്ന് പറയുന്നത്? ഹനോയി ആണ്. ഹനോയി ആണെന്ന് ഓർത്ത് വെച്ചേക്ക. 2025 അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. എന്ത് നോയിസ്
നോയിസ് ആണ് ഇവിടെ, വായു ഒക്കെ മലിനീകരണമാകുന്നുണ്ട്, ട്രാഫിക് ആണ്, വാഹനങ്ങളാണ്, എല്ലാമാണ് അവിടെ. അപ്പൊ 2025 ജാനുവരിയിൽ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഹനോയി ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നു. കരിങ്കടൽ എണ്ണ ചോർച്ചയെ തുടർന്ന് റഷ്യ പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രദേശം എന്താണ്? കരിങ്കടൽ എണ്ണ ചോർച്ചയെ തുടർന്ന് റഷ്യ പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രദേശം ഏതാണെന്നാണ്. അപ്പൊ കരിങ്കടലിൽ എന്തുണ്ടായി? എണ്ണ ചോർച്ചയുണ്ടായി. അപ്പൊ കൃത്രിമമായിട്ടുള്ള എണ്ണ എവിടെ വീണു? കരിങ്കടലിൽ വീണു. അപ്പൊ എന്താ? എണ്ണമെഴുക്ക് ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ എണ്ണമയം ഉണ്ടാവും അല്ലെ, കൃത്രിമമായിട്ടുള്ള ഒരു എണ്ണമയം ഉണ്ടാകും. ഏത് പ്രദേശത്ത്? ക്രിമിയ എന്ന് പറയുന്ന പ്രദേശത്ത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ കൃത്രിമമായിട്ടുള്ള എണ്ണമയം അല്ലെങ്കിൽ എണ്ണമെഴുക്ക് ഓർത്തു വെക്കുക, ക്രിമിയ എന്ന് പറയുന്നതാണ്. കരിങ്കടൽ എണ്ണ ചോർച്ചയെ തുടർന്ന് റഷ്യ പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്രിമിയ എന്ന് പറയുന്നതാണ്. കൃത്രിമമായിട്ടുള്ള എണ്ണമെഴുക്ക് അല്ലെങ്കിൽ എണ്ണമയം ഉണ്ടായെന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അടുത്തതിലേക്ക് വന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നു. തരിശു നിലങ്ങളെ കാർഷിക യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ചു വിജയിച്ച പദ്ധതി. അപ്പൊ തരിശു നിലങ്ങളെ കാർഷിക യോഗ്യമാക്കാനായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ചു വിജയിച്ച പദ്ധതിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ തരിശു നിലങ്ങളിൽ എന്താണ്? കോഴിക്കോടിലെ ആളുകളൊക്കെ തരിശു നിലത്തിലെ കൃഷിയോഗ്യമാക്കും അല്ലെ, നെല്ല് വിതയ്ക്കും. ആ നെല്ല് മുളച്ച് ആ നെല്ലിൽ എന്ത് വരും? കതിര് വരും. അപ്പൊ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാലോ, കതിരണി പദ്ധതിയാണ്. എന്താണ് പദ്ധതിയുടെ പേര്? കതിരണിയാണ്. തരിശു നിലങ്ങളൊക്കെ നോക്കി കൃഷിയോഗ്യമാക്കി മാറ്റുക അല്ലെ, അവിടെ എന്താണ്? നെല്ല് വിതയ്ക്കും. ആ നെല്ല് മുള പൊട്ടി വളർന്ന് ആ നെല്ലിൽ എന്ത് വരും? കതിര് വരും. അപ്പൊ കതിരണി പദ്ധതിയാണെന്ന് ഓർത്ത് വെച്ചേക്കാം. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച് വിജയിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? കതിരണി പദ്ധതി എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? അങ്ങനെ നമ്മുടെ ഇന്നത്തെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വളരെ കോഡുകളും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ MCQ പഠിച്ചു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്കിലേക്കാണ്. നമ്മൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഓരോ സംസ്ഥാനത്തെ പറ്റിയും അവിടുത്തെ പ്രത്യേകതകളെ പറ്റിയും ഒക്കെ നമ്മളിങ്ങനെ ഓരോ ഡെയിലി കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റും അവിടുത്തെ CM നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മളോട് വേണമെങ്കിൽ എന്താണ് ഓരോ സ്റ്റേറ്റിനെ എടുത്തു വെച്ചിട്ട് അവിടുത്തെ CM കുറിച്ച് ചോദിക്കാം. കാരണം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾ ദിനം നമ്മുടെ കറണ്ട് അഫയേഴ്സുകളിൽ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ഈ കുറച്ച് നാളുകളായിട്ട് വന്നു പോയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സംസ്ഥാനങ്ങളും അതിന്റെ എന്താണ് ആ CM-നെ, മുഖ്യമന്ത്രിയെയും കുറിച്ചാണ്, അവിടുത്തെ CM-നെയും കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇച്ചിരി പ്രധാനപ്പെട്ട നമുക്ക് കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാവുന്ന സ്റ്റേറ്റുകളെ പറ്റിയും സ്റ്റേറ്റിലെ CM-നെ പറ്റിയുമാണ് നമ്മൾ ഇന്നത്തെ ഹോട്ട് ടോപ്പിക് ആയിട്ട് എടുത്തിട്ടുള്ളത്. കോഡും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നോക്കിക്കേ, ജാർഖണ്ഡിന്റെ CM ആരാണ്? ജാർഖണ്ഡിന്റെ CM എന്ന് പറയുന്നത് ശ്രീ ഹേമന്ത് സോറൻ ആണ്. അപ്പൊ ഹേമന്ത് ചോറ് കൊണ്ടുപോകുന്നത് ഏതിലാണ്? എങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്? ഹേമന്ത് ചോറ് കൊണ്ടുപോകുന്നത് ജാറിലാണെന്ന് ഓർത്ത് വെക്കുക. ഹേമന്ത് ചോറ് കൊണ്ടുപോകുന്നത് ഏതിലാണ്? ജാറിലാണ്. അപ്പൊ ജാർഖണ്ഡിന്റെ CM ആരാണ്? ശ്രീ ഹേമന്ത് സോറനാണ് ജാർഖണ്ഡിന്റെ CM എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? അടുത്തതിലേക്ക് വന്നാൽ മധ്യപ്രദേശിന്റെ CM എന്ന് പറയുന്നത് ശ്രീ മോഹൻ യാദവ് ആണ്. ആരാണ്? ശ്രീ മോഹൻ യാദവ് ആണ് മധ്യപ്രദേശിന്റെ CM എന്ന് പറയുന്നത്. അപ്പൊ യാദവന്മാർക്ക് മോഹം എന്തിനോടായിരിക്കും? മദ്യത്തോടായിരിക്കും അല്ലെ. യാദവന്മാർക്ക് മോഹം എന്തിനോടാണ്? മദ്യത്തോടാണ് മോഹമുള്ളത്. അപ്പൊ മധ്യപ്രദേശിന്റെ CM എന്ന് പറയുന്നത് ശ്രീ മോഹൻ യാദവ് ആണെന്ന് ഓർത്ത് വെച്ചേക്ക. അടുത്ത നമ്മൾ വരുന്നത് ഒഡീഷയിലേക്കാണ്. ഒഡീഷ CM ആരാണ്? ശ്രീ മോഹൻ ചരൺ മാഞ്ചിയാണ്. പണ്ട് കൊച്ചിലെ മാജിക് ഒക്കെ കാണാൻ നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാജിക് കാണാനുള്ള മോഹം കൊണ്ട് എന്താണ്? മോഹം കൊണ്ട് ചരലിലൂടെ ഓടി നമ്മൾ പോകും അല്ലെ, എന്ത് കാണാം? മാജിക് കാണാൻ വേണ്ടി. അപ്പൊ ഒഡീഷയുടെ CM ആരാണ്? ശ്രീ മോഹൻ ചരൺ മാഞ്ചിയാണ്. മോഹം കൊണ്ട്, മാജിക് കാണാനുള്ള മോഹം കൊണ്ട് ചരലിലൂടെ ഓടി നമ്മൾ മാജിക് കാണാൻ പോകുന്നത് ഓർത്താ മതി. ഒഡീഷ CM ശ്രീ മോഹൻ ചരൺ മാഞ്ചി. അടുത്തത് പഞ്ചാബിന്റെ CM ആരാണ്? ശ്രീ ഭഗവന്ത് സിംഗ് മാനാണ്. ശ്രീ ഭഗവന്ത് സിംഗ് മാനാണ് പഞ്ചാബിന്റെ CM എന്ന് പറയുന്നത്. ഇങ്ങനെ ഓർത്താ മതി. പഞ്ചലോഹ വിഗ്രഹങ്ങളൊക്കെ ആരുടെ ആയിരിക്കും ഉണ്ടാകുന്നത്? ഭഗവാന്മാരുടെയാണ് അല്ലെ.
ഭഗവാന്മാരുടെയാണ് പഞ്ചലോഹ വിഗ്രഹങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചോളുക. പഞ്ചാബിന്റെ CM എന്ന് പറയുന്നത് ശ്രീ ഭഗവന്ത് സിംഗ് മാൻ ആണെന്ന് ഓർത്ത് വെച്ച് നോക്കുക. അടുത്തതിലേക്ക് നമ്മൾ വന്നാൽ രാജസ്ഥാന്റെ CM ആരാണ്? രാജസ്ഥാൻ CM ശ്രീ ഭജൻലാൽ ശർമ്മയാണ്. ആരാണ്? ഭജൻലാൽ ശർമ്മയാണ് രാജസ്ഥാന്റെ CM എന്ന് പറയുന്നത്. ഇവിടെ ഓർത്താൽ മതി, ആ രാജ്യത്തുള്ള എല്ലാവരും കൂടി എന്താണ്, ഒരു ഭജനയ്ക്ക് അങ്ങ് പോയെന്ന് ഓർത്താൽ മതി. ആ രാജ്യത്തുള്ള ആളുകൾ എല്ലാവരും കൂടി എങ്ങോട്ട് പോയി? ഒരു ഭജനയ്ക്ക് പോയി. അപ്പൊ രാജസ്ഥാന്റെ CM ആരാണ്? ഭജൻലാൽ ശർമ്മയാണ്. ഇനി ഉത്തരാഖണ്ഡ് CM ആരാണ്? ഉത്തരാഖണ്ഡിന്റെ CM എന്ന് പറയുന്നത് ശ്രീ പുഷ്കർ സിംഗ് ധാമിയാണ്. പണ്ട് കൊച്ചിലെ നമ്മളൊക്കെ സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് ആൻസർ അറിയാമെങ്കിലും എന്താണ്, മടിച്ചു ഉത്തരം പറയാതിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ കൂട്ടുകാരൻ എന്ത് പറയും? എടാ പറയടാ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് പുഷ് ചെയ്യും അല്ലെ. എടാ പറയടാ, ഉത്തരം പറയടാ എന്ന് പറഞ്ഞ് നമ്മുടെ കൂട്ടുകാരനെ ഒന്ന് പുഷ് ചെയ്യുന്നത് ഓർത്താൽ മതി. ഉത്തരം പറയാൻ വേണ്ടി നമ്മളെ എന്താണ്, പുഷ് ചെയ്യും. ഉത്തരാഖണ്ഡിന്റെ CM ആരാണ്? ശ്രീ പുഷ്കർ സിംഗ് ധാമിയാണെന്ന് ഓർത്ത് വെച്ചേക്ക. ശ്രീ പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡിന്റെ CM എന്ന് പറയുന്നത്. ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗുജറാത്തിന്റെ CM ആരാണ്? ശ്രീ ഭൂപേന്ദ്ര പട്ടേലാണ്. ശ്രീ ഭൂപേന്ദ്ര പട്ടേലാണ് ഗുജറാത്തിന്റെ CM. ഗുജറാത്തിനെ ഗജം ആയിട്ടൊന്ന് കണക്ട് ചെയ്യുക. ഗുജറാത്ത് ഗജം, ഗുജത്തിനെ ഗജവുമായിട്ട് കണക്ട് ചെയ്യുക. ഗജം എന്താണ്? ആനയാണ് അല്ലെ. ആന എന്ത് തിന്നും? പട്ട തിന്നും. പട്ടേലുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഗുജറാത്ത് CM ആരാണ്? ശ്രീ ഭൂപേന്ദ്ര പട്ടേലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി മേഘാലയയുടെ CM ആരാണ്? മേഘാലയ CM എന്ന് പറയുന്നത് ശ്രീ കോൺറാഡ് സാക്മയാണ് കേട്ടോ. ശ്രീ കോൺറാഡ് സാക്മയാണ് മേഘാലയയുടെ CM എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോണായിട്ടും അതുപോലെ തന്നെ റൗണ്ടിലും കോൺ ഷേപ്പിലൊക്കെ എന്ത് കാണും? നമുക്ക് മേഘങ്ങളെ കാണാൻ പറ്റും അല്ലെ. അപ്പൊ മേഘാലയയുടെ CM ആരാണ്? ശ്രീ കോൺറാഡ് സാക്മയാണ് മേഘാലയയുടെ CM എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് വന്നാൽ മഹാരാഷ്ട്ര CM ആരാണ്? മഹാരാഷ്ട്ര CM ശ്രീ ദേവേന്ദ്ര ഫട്നാവിസ് ആണ് അല്ലെ. ദേവന്മാരും ഇന്ദ്രന്മാരൊക്കെ മഹാരാഷ്ട്രങ്ങൾ ഉള്ളവരായിരുന്നു. അപ്പൊ ദേവേന്ദ്ര ഫട്നാവിസ് ആണ് എന്തെന്ന് പറയുന്നത്? മഹാരാഷ്ട്ര CM എന്ന് പറയുന്നത്. കർണാടക CM ആരാണ്? ശ്രീ സിദ്ധരാമയ്യാണ് കർണാടക CM എന്ന് പറയുന്നത്. കർണാടക CM ശ്രീ സിദ്ധരാമയ്യാണ്. ഇനി ബീഹാറിന്റെ CM ആരാണ്? ശ്രീ നിതീഷ് കുമാർ ആണ്. ബി നമ്മുടെ എന്താണ്, ഹണി ബി, തേനീച്ചേനെ ഓർത്താൽ മതി. ബി നമ്മൾ എന്താണ്, ബീയുടെ കൂട്ടിലേക്കൊക്കെ, ഹണി ബീയുടെ കൂട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു തീയും കൊണ്ടായിരിക്കും അല്ലെ പോകുന്നത്. തീ കാണിച്ച് എല്ലാത്തിനെയും ഓടിച്ചു കഴിഞ്ഞാണ് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് തേൻ എടുക്കുന്നത്. അപ്പൊ ബീഹാർ നിതീഷ് കുമാർ ഓർത്ത് വെക്കുക. ബീഹാറിന്റെ ആരാണ്? നിതീഷ് കുമാർ ആണ്. തീയും കൊണ്ട് ബീയുടെ അടുക്കെ, നമ്മുടെ ഹണി ബീയുടെ അടുക്കെ തീയും കൊണ്ട് ചെന്ന് അതിനെയൊക്കെ ഓടിച്ച് തേൻ എടുക്കുന്നത് ഓർത്താൽ മതി. ബീഹാറിന്റെ ഏതാണ്? ശ്രീ നിതീഷ് കുമാർ ആണെന്ന് ഓർത്തു വെച്ചേക്കാം. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോവയുടേതാരാണ്? ശ്രീ പ്രമോദ് സാവന്ത് ആണ് കേട്ടോ. ശ്രീ പ്രമോദ് സാവന്ത് ആണ് ഗോവയുടെ CM എന്ന് പറയുന്നത്. ഗോവയിൽ നമ്മൾ എന്തിനാ പോകുന്നത്? ആമോദത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണ്, ആമോദത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോവയിലേക്കൊക്കെ ട്രിപ്പ് പോകുന്നത്. അപ്പൊ ഗോവയിലെ ആരാണ്? ശ്രീ പ്രമോദ് സാവന്ത് ആണ്. ശ്രീ പ്രമോദ് സാവന്ത് ആണ് ഇവിടുത്തത് ഗോവയുടെ CM എന്ന് പറയുന്നത്. സെറ്റ് അല്ലേടാ? അങ്ങനെ നമ്മള് കുറച്ച് സ്റ്റേറ്റുകളും അവിടുത്തെ CM-നെയും പറ്റി പരിചയപ്പെട്ടു. ഇന്നത്തെ നമ്മുടെ ഹോട്ട് ടോപ്പിക്കിൽ എന്താണ്, കുറച്ച് സ്റ്റേറ്റുകളും അവിടുത്തെ മുഖ്യമന്ത്രിയെയും കുറിച്ചാണ് നമ്മൾ പരിചയപ്പെട്ടത്. കോഡും കാര്യങ്ങളൊക്കെ വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചു. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഓർത്ത് വെച്ച് പഠിച്ചോളുക. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടുകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഫാക്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ സൗദി അറേബ്യനെ കുറിച്ചാണ്. എന്താണ് സൗദി അറേബ്യയുടെ ന്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത്? ഇവിടെ നോക്കിക്കേടാ, ഏത് രാജ്യവുമായാണ് പാകിസ്ഥാൻ അടുത്തിടെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്? ഏത് രാജ്യവുമായിട്ടാണ്? അത് സൗദി അറേബ്യയുമായിട്ടാണ്. ഓർത്തു വെച്ച് പഠിച്ചോളുക. ഏത് രാജ്യവുമായാണ് പാകിസ്ഥാൻ അടുത്തിടെ തന്ത്രപ്രധാനമായ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് സൗദി അറേബ്യയുമായിട്ടാണെന്ന് ഓർത്തു വെച്ചേക്കാം. നമുക്കറിയാലേ, ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. പാകിസ്ഥാൻ എന്താണ്? പാകിസ്ഥാൻ തന്ത്രപ്രധാനമായ ഒരു സന്ധി, ആരുമായിട്ട് സന്ധി ചേർന്നു? സൗദി അറേബ്യയായിട്ട് സന്ധി ചേർന്നു. ഇതാണ് നമ്മുടെ കോഡെന്ന് പറയുന്നത്. പാകിസ്ഥാൻ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് സന്ധി ചേർന്നു. ആരോട് സന്ധി ചേർന്നു? സൗദി അറേബ്യയോട് സന്ധി ചേർന്നു. ഇത് പ്രകാരം, ഈ ഒരു കരാറ് പ്രകാരം ഈ ഒരു രാജ്യത്തിനെതിരെയുള്ള ആക്രമണം, അതായത് ഒരു രാജ്യത്തിനെതിരെ വരുന്ന ആക്രമണം ഇരു രാജ്യങ്ങൾക്കും എതിരായ ആക്രമണമായി കണക്കാക്കപ്പെടും. അതായത് സൗദി അറേബ്യയുടെ നേരെ ഒരു ആക്രമണം വന്നാൽ അത് പാകിസ്ഥാന് നേരെയുള്ളതായിട്ടും, പാകിസ്ഥാന് നേരെയുള്ള ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ അത് ഇരു രാജ്യങ്ങളുടെ നേരെയുള്ള ഒരു ആക്രമണമായിട്ട് എന്താണ് കരുതപ്പെടും എന്നാണ് ഈ ഒരു കരാറ് പ്രകാരം കേട്ടോ. അപ്പൊ ഏത് രാജ്യമാണ് പാകിസ്ഥാൻ അടുത്തിടെ, ഏത് രാജ്യവുമായിട്ടാണ് പാകിസ്ഥാൻ അടുത്തിടെ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള
പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ അത് സന്ധി ചേർന്നത് സൗദി അറേബ്യയുമായിട്ടാണ് എന്ന് ഓർത്തു വെച്ചേക്കുക. ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ ആണവ ശക്തിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഏക ആണവ ശക്തിയാണ് കേട്ടോ. ഇസ്ലാമിക ലോകത്തെ ഏക ആണവ ശക്തിയാണ് നമ്മുടെ പാകിസ്ഥാൻ. സൗദി അറേബ്യയുടെ തലസ്ഥാനം റിയാദും പാകിസ്ഥാന്റെ തലസ്ഥാനം ഏതാണ്? ഇസ്ലാമാബാദുമാണ് നമ്മുടെ പാകിസ്ഥാന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഇവിടെ സൗദി അറേബ്യയും ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം കൂടി നമുക്ക് മനസ്സിലാക്കി വെക്കണം. നമ്മൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞത് പാകിസ്ഥാൻ തന്ത്രപ്രധാനമായ ഒരു പ്രതിരോധ കരാറിൽ സൗദി അറേബ്യയുമായിട്ട് ഒപ്പുവെച്ചു എന്ന് നമ്മൾ പഠിച്ചെങ്കിലും നമുക്ക് സൗദി അറേബ്യയും ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം കൂടി മനസ്സിലാക്കി വെക്കണം. സൗദി അറേബ്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ്. ഇനി അതേസമയം ഇന്ത്യയുടെ കാര്യം നോക്കുവാണെങ്കിൽ അഞ്ചാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് സൗദി അറേബ്യ. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ സൗദി അറേബ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഞ്ചാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ്. അപ്പൊ സൗദി അറേബ്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ എങ്കിൽ ഇന്ത്യയുടെ അഞ്ചാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ആര്? സൗദി അറേബ്യ. നമുക്കറിയാം ആദ്യത്തെ ആരാണ്? US-നെ മറികടന്നുകൊണ്ട് ഇപ്പൊ ചൈന വന്നെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വ്യാപാര പങ്കാളിയായിട്ട് US-നെ മറികടന്നുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ള വ്യാപാര പങ്കാളി ആരാണെന്ന് നമ്മൾ പറഞ്ഞത്? അത് ചൈനയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ? US-നെ മറികടന്നുകൊണ്ട് വന്നതാണ്. അപ്പൊ അഞ്ചാമത്തെ വ്യക്തി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആരാണ്? അത് സൗദി അറേബ്യയുമാണ്. സൗദി അറേബ്യ ആണെന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പൊ നമ്മുടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട് എന്താണ്? ഏത് രാജ്യവുമായിട്ടാണ് പാകിസ്ഥാൻ അടുത്തിടെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ സന്ധി ചേർന്നത് സൗദി അറേബ്യയാണ്. ആരാണ്? പാകിസ്ഥാനാണ്. ഓർത്തു വെച്ച് പഠിച്ചോളുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് ഏത് രാജ്യത്താണ് സ്ഥാപിച്ചത്? ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് ഏത് രാജ്യത്താണ് സ്ഥാപിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് മൊറോക്കയിലാണ് കേട്ടോ. എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് ആണ്. അപ്പൊ വിദേശത്ത് ഒരു പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് ഇന്ത്യ സ്ഥാപിച്ചിട്ടുണ്ട്. എവിടെയാണ്? മൊറോക്കയിലാണ്. ഇങ്ങനെ ഓർത്താൽ മതി. ഈ വിദേശത്ത് സ്ഥാപിച്ച ഈ പ്രതിരോധ നിർമ്മാണ പ്ലാന്റില് മോർ റോക്കറ്റുകൾ ആരുണ്ടാക്കും? ഇന്ത്യ ഉണ്ടാക്കും എന്ന് ഓർത്താൽ മതി. അത് എവിടെയാണ്? മൊറോക്കയിലാണ്. മോർ റോക്കറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിദേശത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് ആര് സ്ഥാപിക്കുന്നത്? ഇന്ത്യ സ്ഥാപിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ കിട്ടിക്കോളും എവിടെയാണെന്ന്. എവിടെയാണ്? മൊറോക്കയാണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി മൊറോക്കയിലെ എവിടെയാണ് ഈ ഒരു പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്? അത് കാസാബ്ലാങ്കയിലാണ് ഈ ഒരു പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടി ഓർത്ത് വെച്ചേക്കാം. മൊറോക്കയിലെ കാസാബ്ലാങ്കയിലാണ് ഈ ഒരു പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് ഏത് രാജ്യത്താണ് സ്ഥാപിക്കുന്നത്? മോർ റോക്കറ്റുകൾ ഉണ്ടാക്കാൻ മൊറോക്കയിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ആണ് ഈ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ആഗോള തലത്തിലുള്ള വ്യാപനത്തിന്റെ ഭാഗമാണ് ഈ ഒരു സംരംഭം എന്ന് പറയുന്നത്. ഇത് ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് എന്നുകൂടി മനസ്സിലാക്കി വെച്ചേക്കുക. മൊറോക്കയിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് രൂപീകൃതമായിരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കി വെച്ചേക്കാം. മോർ റോക്കറ്റുകൾ ഉണ്ടാക്കാൻ മൊറോക്കയിലാണ്. ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന് നൽകിയ പുതിയ പേരെന്താണ്? അത് അഹല്യ നഗർ എന്നായിരുന്നു. മറാത്ത രാജ്ഞി ഹോൾക്കറുടെ അഹല്യാഭായ് ഹോൾക്കറുടെ 300ാം ജന്മവാർഷികം 2025 ആഘോഷിക്കുന്നതിനാൽ ജില്ലയെ നമ്മൾ എന്താണ്? അഹല്യ നഗർ എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അഹമ്മദ് നഗർ ജില്ലയെ എന്താണ്? നമ്മൾ അഹല്യ നഗർ എന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ തുടരെന്നവണ്ണം എന്താണ്? റെയിൽവേ സ്റ്റേഷന്റെ പേര് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന്റെ പേര് ജില്ലയുടെ പേര് നമ്മൾ മാറ്റി അഹല്യ നഗർ എന്നാക്കി. വീണ്ടും അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന്റെ പേര് നമ്മൾ മാറ്റി എന്താക്കി? അഹല്യ നഗർ എന്നാക്കി. അപ്പൊ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന് നൽകിയ പുതിയ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അത് അഹല്യ നഗർ എന്നാണ് കേട്ടോ. അഹല്യ നഗർ എന്നാണ് നൽകിയിട്ടുള്ളത്. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോദിക്ക് നമ്മുടെ എന്താണ്? ചാൾസ് രാജാവ് സമ്മാനിച്ചിട്ടുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റിനെ പറ്റിയാണ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്? ഒരു മരമാണ് കൊടുത്തിട്ടുള്ളത്. അത് കടമ്പ് മരമാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? കടമ്പ് മരമാണ് കേട്ടോ. കടമ്പ് മരമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് ഓർത്ത് വെച്ചേക്കാം. ഏക് പേഡ് മാം കെ നാമ പരിപാടിയുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ 75ാം ജന്മദിനത്തിൽ ചാൾസ് രാജാവ്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ 75ാം ജന്മദിനത്തിൽ നമ്മുടെ ചാൾസ് രാജാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏത് തരം സമ്മാനം
സമ്മാനമാണ് നൽകിയെന്ന് ചോദിച്ചാൽ അതൊരു കടമ്പ് മരമാണ്. ഏത് പരിപാടിയുടെ ഭാഗമാണ്? ഏക് പേട് മാങ് കെ നാം പദ്ധതിയുടെ ഭാഗമായിട്ടാണ്, ആ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്. എടാ ഇത് നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നരേന്ദ്രമോദി നമ്മുടെ ചാൾസ് രാജാവിനെ കണ്ട സമയത്ത്, അങ്ങോട്ട് പോയി കണ്ട സമയത്ത് ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഏക് പേട് മാങ് കെ നാം എന്ന് പറയുന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ചാൾസ് രാജാവിന് നമ്മുടെ മോദി അങ്ങോട്ടൊരു വൃക്ഷം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു തുടർ എന്നവണ്ണം എന്താണ്, ചാൾസ് രാജാവ് അദ്ദേഹത്തിന്റെ നമ്മുടെ മോദിയുടെ ജന്മദിനത്തില് ഒരു മരം ഇങ്ങോട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഏതാണ് ആ മരത്തിന്റെ പേര്? കടമ്പ് മരമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, ചാൾസ് രാജാവ് എന്താണ്, കടമായിട്ട് ഒരു മരം കൊടുത്തു. ആർക്ക്? ആ ബർത്ത്ഡേയുടെ അന്ന് മോദിക്ക് കടമായിട്ട് കടമ്പ് മരം കൊടുത്തു. ഏത് പരിപാടിയുടെ ഭാഗമാണെന്നാണ് ഇവിടെ മെയിൻ ആയിട്ട് ഓർത്തു വെക്കേണ്ടത്. ഏക് പേട് മാം കെ നാം പരിപാടിയുടെ ഭാഗമാണ്. ഇത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും പൈതൃക സൗഹൃദത്തിന്റെയും പ്രതീകമായിട്ട് കണക്കാക്കപ്പെടുന്നു. പ്രധാനമന്ത്രി മോദി എന്താണ് ഏക് പേട് മാം കെ നാം സംരംഭത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഈ പ്രവൃത്തി പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള അവരുടെ പൊതുവായിട്ടുള്ള പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നതാണ്. അതായത് പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള ഒരു പൊതുവായിട്ടുള്ള പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ഒരു പദ്ധതി, ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് ചാൾസ് രാജാവ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏത് പരിപാടിയാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ഏക് പേട് മാങ് കെ നാം പരിപാടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക കേട്ടോ. നമ്മുടെ പ്രധാനമന്ത്രി മോദിയുടെ ഒരു പരിപാടിയാണ്. ഓക്കെ, അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ MiG-21 യുദ്ധവിമാനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതിനു മുന്നേയും നമ്മൾ എന്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ MiG-21 യുദ്ധവിമാനത്തെ പറ്റി ഇതിനു മുന്നേയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 പതിറ്റാണ്ടുകളോളം നീണ്ടു നിന്ന സേവനത്തിനൊടുവിൽ എന്താണ് MiG-21 എന്ന് പറയുന്ന ഇന്ത്യയുടെ വ്യോമസേനയുടെ ഔദ്യോഗികമായിട്ടുള്ള ഈ യുദ്ധവിമാനം ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാണ് വിരമിക്കുന്നത്? 2025 സെപ്റ്റംബർ 26-ാം തീയതിയാണ്. അപ്പൊ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനമാണ് MiG-21 എന്ന് പറയുന്നത്. ഒരുപാട് വ്യോമസേനകൾക്ക് സംഭാവനകളൊക്കെ നൽകിക്കൊണ്ട്, ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട്, അങ്ങനെ 6 പതിറ്റാണ്ട് നീണ്ടു നിന്ന സേവനത്തിലൊടുവിൽ എന്താണ് നമ്മുടെ MiG-21 യുദ്ധവിമാനം വിരമിക്കുകയാണ്. എന്നാണ് വിരമിക്കുന്നത്? 2025 സെപ്റ്റംബർ 26-ാം തീയതി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് MiG-21 കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തിന്റെ വർക്ക് ഹോഴ്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? MiG-21 ആണ്. MiG-21 എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വർക്ക് ഹോഴ്സ് എന്നറിയപ്പെടുന്നതാണ് MiG-21 എന്ന് പറയുന്നത്. 6 പതിറ്റാണ്ടുകളോളം നീണ്ടു നിന്ന സേവനത്തിന് ശേഷമാണ് നമ്മുടെ MiG-21 എന്താണ് നമ്മുടെ യുദ്ധവിമാനം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1963-ലാണ് MiG-21 ആദ്യമായിട്ട് ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയത്. എന്നാണ് 1963-ലാണ് MiG-21 ആദ്യമായിട്ട് നമ്മുടെ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർസോണിക് യുദ്ധവിമാനമായി മാറി. അങ്ങനെ ഇത് ആദ്യത്തെ ഇന്ത്യയുടെ സൂപ്പർസോണിക് യുദ്ധവിമാനമായി മാറിയത് MiG-21 എന്ന് പറയുന്നത്. എന്നാണിത് നമ്മുടെ പ്രതിരോധ സേനയിൽ, ഇന്ത്യയുടെ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയത്? എന്നാണ് 1963-ലാണ് MiG-21 നമ്മുടെ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയത്. ഇത് ആദ്യത്തെ സൂപ്പർസോണിക് യുദ്ധവിമാനമായിട്ട് ഇത് മാറുകയുണ്ടായി. ഇനി ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് 1965, 1971 യുദ്ധങ്ങളിലും 1999-ലെ കാർഗിൽ യുദ്ധത്തിലും, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1965, 1971 യുദ്ധങ്ങളിലും 1999-ലെ കാർഗിൽ സംഘർഷത്തിലും എന്താണ് ഇനി നോക്കിക്കഴിഞ്ഞാൽ 2019-ലെ ബാലക്കോട്ട് വ്യോമാക്രമണത്തിലും MiG-21 നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഈ യുദ്ധങ്ങളിലൊക്കെ തന്നെ എന്താണ് MiG-21 എന്ന് പറയുന്ന നമ്മുടെ യുദ്ധവിമാനം എന്താണ് നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. ഇനി MiG-21 സ്ക്വാഡ്രോണുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നതോടെ വ്യോമസേനയുടെ പോരാട്ട ശക്തി 29 സ്ക്വാഡ്രോണുകളായി കുറയുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ MiG-21 നമ്മൾ ഘട്ടം ഘട്ടമാക്കിയാണ് ഈ യുദ്ധവിമാനത്തെ വിരമിക്കുന്നത്, ഘട്ടം ഘട്ടമായിട്ടാണ്. അപ്പൊ വ്യോമസേനയുടെ പോരാട്ട ശക്തി അങ്ങനെ 29 സ്ക്വാഡ്രോണുകളായിട്ട് കുറയുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഭാവിയിൽ തേജസ്, നമ്മുടെ യുദ്ധവിമാനമായിട്ടുള്ള ഭാവിയിൽ തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് MK-1A കാലഹരണപ്പെട്ട MiG-21 പകരമാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് MK-1A, അപ്പൊ നമ്മുടെ തേജസ് MiG-21 പകരമാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കി വെച്ചോളുക. അപ്പൊ MiG-21 എന്നാണ് ഔദ്യോഗികമായിട്ട് വിരമിക്കുന്നത്? അത് 2025 സെപ്റ്റംബർ 26-ാം തീയതിയാണെന്ന് ഓർത്ത് വെച്ചേക്ക്. MiG-21 ഔദ്യോഗികമായിട്ട് നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനമായിട്ടുള്ള MiG-21
2021 ഔദ്യോഗികമായിട്ട് വ്യോമസേനയിൽ നിന്ന് വിരമിക്കുന്നത് 2025 സെപ്റ്റംബർ 26 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തതിലേക്ക് പോകാൻ നമുക്ക് അതിവേഗ ഇടനാഴിയുടെ ആദ്യഘട്ടമായ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ 2027 ഡിസംബറിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കിടയിലാണ് ആരംഭിക്കുന്നത്? അപ്പൊ സൂറത്ത് ബിലിമോറ വിഭാഗങ്ങൾക്കിടയിലാണ് ആരംഭിക്കുന്നത്. സൂറത്ത് ബിലിമോറ വിഭാഗങ്ങൾക്കിടയിലാണ് ആരംഭിക്കുന്നത് എന്നുകൂടി ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഇന്ത്യക്ക് ബുള്ളറ്റ് ട്രെയിനുകൾ നൽകുന്നത് ആരാണ്? ജപ്പാനാണ് അല്ലെ. ജപ്പാൻ സമ്മതിച്ചിട്ടുണ്ട്. E10 ഷിങ്കൻസെൻ ട്രെയിനുകൾ നൽകാൻ ജപ്പാൻ സമ്മതിച്ചതായിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ റെയിൽവേ മന്ത്രിയായിട്ടുള്ള അശ്വനി വൈഷ്ണവ് അറിയിച്ചിട്ടുണ്ട്. അപ്പം ഇത് വാങ്ങുന്നത് ജപ്പാന്റെ കയ്യിൽ നിന്നാണ്. ഇന്ത്യ ഇത് വാങ്ങുന്നത്. ജപ്പാനാണ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. E10 ഷിങ്കൻസെൻ ട്രെയിനുകൾ കേട്ടോ. E10 ഷിങ്കൻസെൻ ട്രെയിനുകളാണ് നമ്മുടെ ജപ്പാൻ ഇന്ത്യക്ക് വേണ്ടി നൽകാൻ പോകുന്നത്. അപ്പൊ ഇത് എവിടെയാണ് ആദ്യം വരുന്നത്? സൂറത്ത് ബിലിമോറയാണ് ആദ്യം വരുന്നത്. 2027 പ്രവർത്തന സജ്ജമാകും. എവിടെ? സൂറത്ത് ബിലിമോറയിൽ പ്രവർത്തന സജ്ജമാകും. പിന്നീട് 2028 താനെ വരെയും 2029 മുംബൈ വരെയും ഇതിന്റെ പ്രവർത്തനം നീട്ടും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം അല്ലെ. ബുള്ളറ്റ് ട്രെയിൻ ആണ് വരുന്നത്. ആദ്യഘട്ടത്തിൽ എവിടെയാണ് വരുന്നത്? സൂറത്ത് ബിലിമോറയിലാണ് വരുന്നത്. സൂറത്ത് ടു ബിലിമോറയാണ് ആദ്യഘട്ടത്തിൽ വരുന്നത്. അപ്പൊ എങ്ങനെ ഒന്ന് സൂറത്ത് ടു ബിലിമോറ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും? നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. ബുള്ളറ്റ് ട്രെയിൻ ആണ് അല്ലെ. അപ്പൊ ഈ ബുള്ളറ്റ് ട്രെയിൻ വരുമ്പം ചൂളമടിക്കാതെ അരികത്ത് വന്നാൽ നമുക്ക് മാറാൻ പറ്റത്തില്ല, പിന്നെ ബലി ഇടാൻ പോലും നമ്മളെ കിട്ടത്തില്ലെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ബുള്ളറ്റ് ട്രെയിൻ ആണ്. അപ്പൊ ചൂള അടിക്കാതെ അരികത്ത് വന്നു കഴിഞ്ഞാൽ സൂറത്ത് ഓർത്ത് വെച്ചേക്കാം. പിന്നെ മാറാൻ പറ്റത്തില്ല, ബലി ഇടാനേ നമ്മളെ കിട്ടുള്ളൂ, ബിലിമോറ ഓർത്ത് വെച്ചേക്കാം. സൂറത്ത് ടു ബിലിമോറയാണ് ബുള്ളറ്റ് ട്രെയിൻ ആദ്യം പ്രവർത്തനക്ഷമമാകുന്നത്. പിന്നീട് എവിടേക്കാണ്? 2028 താനെ വരെയും 2029 മുംബൈ വരെയും നീട്ടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആരാണിത് നൽകുന്നത്? ജപ്പാനാണ് ഈ ട്രെയിനുകൾ നൽകുന്നത്. E10 ഷിങ്കൻസെൻ ട്രെയിനുകൾ നൽകാൻ ജപ്പാൻ സമ്മതിച്ചതായിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ റെയിൽവേ മന്ത്രിയായിട്ടുള്ള അശ്വനി വൈഷ്ണവ് അറിയിച്ചിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെച്ചേക്കാം. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന ജീവചരിത്രം രചിച്ചത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഡോക്ടർ കെ ആഷിയാണ് രചിച്ചിട്ടുള്ളത്. ആരാണ്? ഡോക്ടർ കെ ആഷിയാണ് മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന് പറയുന്ന ജീവചരിത്രം രചിച്ചിട്ടുള്ളത് ഡോക്ടർ കെ ആഷിയാണ്. നമുക്കറിയാം മാധവിക്കുട്ടീനെ കമലാ സുരയ്യ എന്നും കമലാദാസ് എന്നൊക്കെ അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ് നമ്മുടെ കമലാ സുരയ്യ എന്ന് പറയുന്നത്, മാധവിക്കുട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തുറന്നെഴുത്തിന്റെ ഒരു പ്രതീകമാണ് അല്ലെ. തുറന്നെഴുത്ത്, സാഹിത്യത്തിലെ തുറന്നെഴുത്ത് കൊണ്ടുവന്നിട്ടുള്ള ശക്തമായിട്ട് സ്ത്രീകൾക്ക് നേരിടേണ്ട വിഷയങ്ങളെ പറ്റിയും നമ്മുടെ മാനുഷിക വികാരങ്ങളെ പറ്റിയും അങ്ങനെ എല്ലാ തലത്തിൽ നിന്നുകൊണ്ടും ഒരു മനുഷ്യന്റെ വികാരങ്ങളെ പറ്റിയൊക്കെ തുറന്നെഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് ആരെന്ന് പറയുന്നത്? കമലാ സുരയ്യ എന്ന് പറയുന്നത്. നമുക്കറിയാം നിർമാതളം പൂത്തകാലം കമലാ സുരയ്യയുടെ, നമ്മുടെ മാധവിക്കുട്ടിയുടെ പ്രശസ്തമായ കൃതികളിൽ ഒന്നാണ് നിർമാതളം പൂത്തകാലം. നിർമാതളം പൂത്തകാലം മാത്രമല്ല, പക്ഷിയുടെ മണം, അതുപോലെ തന്നെ നഷ്ടപ്പെട്ട നീലാംബരി, ആത്മകഥ ഏതാണ്? എന്റെ കഥ എന്ന് പറയുന്നതാണ് ആത്മകഥ. ഇതൊക്കെ എന്താണ്? നമ്മുടെ മാധവിക്കുട്ടിയുടെ കൃതികളാണ് എന്ന് ഓർത്തു വെച്ചേക്കാം. നമുക്കറിയാവുന്നതാണ്. തുറന്നെഴുത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാധവിക്കുട്ടി എന്ന സാഹിത്യകാരി അല്ലെ. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ അവരുടെ വളർച്ചയെ അവരുടെ ബാല്യകാല വീടായ നാലപ്പാട്ട് കുടുംബം ചെലുത്തിയ സ്വാധീനവും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആരുടെ പുസ്തകത്തിൽ? നമ്മുടെ ഡോക്ടർ കെ ആഷിയുടെ പുസ്തകത്തിൽ. മാധവിക്കുട്ടിയുടെ ആ ജീവിതത്തെക്കുറിച്ചും ബഹുമുഖ ജീവിതത്തെക്കുറിച്ചുള്ള സമഗ്രവും സംക്ഷിപ്തവുമായ ഒരു വീക്ഷണം, മാധവിക്കുട്ടിയുടെ ആ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വീക്ഷണവും, അതുപോലെ തന്നെ മാധവിക്കുട്ടിയുടെ തറവാടായിട്ടുള്ള നാലപ്പാട്ട് തറവാടും ചെലുത്തിയ സ്വാധീനം, അവരുടെ കാലയളവിൽ, അവരുടെ ജീവിത കാലയളവിൽ ആ ഒരു കുടുംബം ചെലുത്തിയ സ്വാധീനത്തെ കുറിച്ചൊക്കെ എന്താണ് ഈ ഡോക്ടർ കെ ആഷിയുടെ മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന് പറയുന്ന ജീവചരിത്രത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെച്ചേക്കുക. ഡോക്ടർ കെ ആഷിയാണ് മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന ജീവചരിത്രം രചിച്ചത്. ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ കെ ആഷിയാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തിടെ വേലു നാച്ചിയരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചെന്നൈയിലാണ് അടുത്തിടെ വേലു നാച്ചിയരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എന്നുകൂടി ഓർത്തു വെച്ചേക്കുക. വേലു നാച്ചിയർ എന്ന് പറയുന്നത് ആരാണ്? ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അല്ലെ വേലു നാച്ചിയർ എന്ന് പറയുന്നത്. കൂടാതെ ഒരു കാര്യം കൂടി, വേലു നാച്ചിയരുടെ കാര്യത്തിൽ നമ്മൾ എന്താണ്, 6ാമത് ഖേലോ ഇന്ത്യൻ യൂത്ത് ഗെയിംസ് എവിടെയായിരുന്നു നടന്നിരുന്നത്? തമിഴ്നാട്ടിലാണ് അല്ലെ. 6ാമത് ഖേലോ ഇന്ത്യൻ യൂത്ത് ഗെയിംസ് നടന്നത് തമിഴ്നാട്ടിലാണ്. ഈ തമിഴ്നാട്ടിൽ 6ാമത് ഖേലോ ഇന്ത്യൻ യൂത്ത് ഗെയിംസിന്റെ ഒരു ഭാഗ്യ ചിഹ്നം ഉണ്ടായിരുന്നു. എന്താണ് ഖേലോ ഇന്ത്യൻ യൂത്ത് ഗെയിംസിലെ ഭാഗ്യ ചിഹ്നത്തിന്റെ പേരെന്ന് പറയുന്നത് വീരമംഗൈ എന്ന് പറയുന്നതാണ്. എന്താണ്? വീരമംഗൈ എന്ന് പറയുന്നതാണ്. ഈ വീരമംഗയെ എന്തിന്റെ പ്രതീകമായിട്ടാണ്? നമ്മുടെ വേലു നാച്ചിയരുടെ
സ്മരണാർത്ഥമാണ് വീരമംഗൈ എന്ന് ഈ ഒരു ഭാഗ്യ ചിഹ്നത്തിന് പേരിട്ടിട്ടുണ്ടായിരുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. വേലു നാച്ചിയാരുടെ പ്രതിമ എവിടെയാണ് അനാച്ഛാദനം ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ചെന്നൈയിലാണ്. ഇനി കൂടാതെ 1780 ശിവഗംഗ, ബ്രിട്ടീഷുകാരിൽ നിന്ന് ശിവഗംഗ പിടിച്ചെടുത്തിട്ടുള്ള വ്യക്തി കൂടിയാണ് നമ്മുടെ വേലു നാച്ചിയാർ എന്ന് പറയുന്നത്. അപ്പൊ വേലു നാച്ചിയാരുടെ പ്രതിമ എവിടെയാണ് വന്നിട്ടുള്ളത്? ചെന്നൈയിലാണെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ, ചെന്നൈയിലാണ്. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ആരാണ്? അത് അമേരിക്കയാണ് ഒന്നാമതെത്തിയിട്ടുള്ളത്. ആരാണ്? അമേരിക്കയാണ് ഒന്നാമതെത്തിയിട്ടുള്ളത്. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് അമേരിക്കയാണ്. കുറച്ചായിട്ട് കഴിഞ്ഞ കറണ്ട് അഫേഴ്സിലൊക്കെ ആയിട്ട് നമ്മൾ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു നീരജ് ചോപ്രയുടെ കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയതാണ്. അപ്പൊ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ആരാണ്? അമേരിക്കയാണ് ഒന്നാമതെത്തിയിട്ടുള്ളത്. 2ാം സ്ഥാനം ആർക്കാണെന്ന് ഓർത്തു വെക്കുക, അത് കെനിയയ്ക്കാണ് കേട്ടോ. കെനിയയ്ക്കാണ് 2ാം സ്ഥാനമുള്ളത്. 3ാം സ്ഥാനം കാനഡയാണ്. 3ാം സ്ഥാനത്തുള്ളത്. അമേരിക്കക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 26 മെഡലുകളാണ് നേടിയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് 16 എണ്ണം ഗോൾഡ് ആണ് കേട്ടോ. അമേരിക്ക മൊത്തത്തിൽ 26 മെഡലുകൾ നേടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 16 സ്വർണമാണ് ആർക്ക് നേടിയിട്ടുള്ളത്? അമേരിക്കക്ക് നേടിയിട്ടുള്ളത്. 2ാം സ്ഥാനം കെനിയക്കാണ്. 3ാം സ്ഥാനം കാനഡയ്ക്കാണ് എന്നുകൂടി ഓർത്തു വെച്ചേക്കാം. ഇനി ഇന്ത്യ മെഡൽ ടേബിളിൽ എത്രാമതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് കാര്യമായ മെഡൽ നേട്ടം ഉണ്ടാക്കാൻ ഈ ഒരു ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞതാണ്, നമ്മുടെ പ്രതീക്ഷയായിരുന്ന ജാവലിംഗ് ത്രോ പ്രതീക്ഷയായിരുന്ന നീരജ് ചോപ്ര 8ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷെ സച്ചിൻ യാദവിന് 4ാം സ്ഥാനത്തുമായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ച ഒരു വിജയം നമ്മുടെ ഇന്ത്യക്ക് എടുക്കാൻ, പ്രതീക്ഷിച്ച പോലെ ഒരു മെഡല് നമ്മുടെ ഇന്ത്യക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ല. ഈ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് മെഡലുകളൊന്നും നിലവിൽ ലഭിച്ചിട്ടില്ല എന്നതാണ്. 1ാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചാൽ മെഡൽ ടേബിളിൽ 1ാം സ്ഥാനത്തുള്ളത് അമേരിക്കയാണ്. 2ാം സ്ഥാനത്ത് കെനിയാണ്. 3ാം സ്ഥാനത്ത് കാനഡയാണെന്ന് കൂടി മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് നമ്മളിവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത നമ്മൾ ഏതിലേക്കാണ് പോകാൻ പോകുന്നത്? ഇന്നത്തെ കുറെ ഫാക്റ്റുകൾ നമ്മൾ പഠിച്ചു. ആ ഫാക്റ്റുകളെയൊക്കെ ഒന്നുകൂടി നമ്മളൊന്ന് ഓർത്തെടുക്കാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും റെഡിയാണെങ്കിൽ ഇത് ഒന്നുകൂടി നമുക്ക് ഓർത്തെടുക്കാൻ നിങ്ങളുടെ മനസ്സിലേക്ക് സെറ്റ് ആക്കാം. ആദ്യം നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു സന്ധിയെ പറ്റിയാണ് അല്ലെ പറഞ്ഞത്. ഏത് സന്ധിയാണ്? പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. പാകിസ്ഥാനുമായിട്ട് പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത് ആരാണ്? സന്ധിയിൽ ഒപ്പിട്ടത് സൗദി അറേബ്യ ആണെന്ന് നമ്മളൊന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞു. പാകിസ്ഥാനുമായി അടുത്തിടെ തന്ത്രപ്രധാനമായ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത് ആരാണ്? അത് നമ്മുടെ സൗദി അറേബ്യയാണ്. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് ഏത് രാജ്യത്താണ് വന്നതെന്ന് ചോദിച്ചാൽ മോർ റോക്കറ്റുകൾ ഉണ്ടാക്കണം. ആ പ്ലാന്റിൽ എന്തുണ്ടാക്കണം? ആ പ്ലാന്റില് വിദേശത്ത് പ്രതിരോധത്തിന് വേണ്ടി നിർമ്മാണ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ പ്ലാന്റില് മോർ റോക്കറ്റുകൾ ഉണ്ടാക്കണമെന്ന് നമ്മൾ പറഞ്ഞു. മൊറോക്കയിലാണ് അല്ലെ വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് ഏത് രാജ്യത്താണ് സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് മൊറോക്കയാണ്. ഇനി അടുത്തതിലേക്ക് വന്നാൽ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷൻ നൽകിയ പുതിയ പേരെന്താണ്? അത് അഹല്യ നഗർ എന്നാണ്. എന്താണ്? അഹല്യ നഗർ എന്നാണ് അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന് നൽകിയിരിക്കുന്ന പുതിയ പേരെന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്ക്, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഏക് പേട് മാങ്കേ നാം പരിപാടിയുടെ ഭാഗമായി 75ാം മോദിയുടെ ജന്മദിനത്തിൽ നമ്മുടെ ചാൾസ് രാജാവ് മോദിക്ക് സമർപ്പിച്ച മരം ഏതാണ്? അത് കടമ്പ് മരമാണ് അല്ലെ. ആ ഒരു പരിപാടി കൂടി ഓർത്തു വെച്ചേക്ക. ഏക് പേട് മാങ്കേ നാം എന്ന് പറയുന്ന പരിപാടിയാണ്. ഏത് മരമാണ് ചാൾസ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് കൊടുത്തത്? കടമ്പ് മരമാണെന്ന് ഓർത്തു വെച്ചേക്ക. അടുത്തതിലേക്ക് വന്ന് വിരമിക്കുന്നത് നമ്മുടെ വ്യോമസേനയിൽ നിന്ന് ഐതിഹാസികമായിട്ടുള്ള ഒരുപാട് നാളത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന യുദ്ധവിമാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് MiG-21 ആണ് കേട്ടോ. MiG-21 എന്നാണ് വിരമിക്കുന്നത്? 2025 സെപ്റ്റംബർ 26-ാം തീയതിയാണ്. വർക്ക് ഹോഴ്സ് എന്ന് നമ്മുടെ ഇന്ത്യ വ്യോമ പ്രതിരോധ സേനയുടെ വർക്ക് ഹോഴ്സ് എന്നറിയപ്പെടുന്നത് ഏതാണ്? MiG-21 എന്ന് പറയുന്ന യുദ്ധവിമാനമാണ്. ഇത് വിരമിക്കുകയാണ്. എന്നാണ് വിരമിക്കുന്നത്? 2025 സെപ്റ്റംബർ 6-ാം തീയതിയാണ് വിരമിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള മറ്റു വസ്തുതകളും നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിവേഗ ഇടനാഴി ആദ്യഘട്ടമായ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ 2027 ഡിസംബർ ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ്? അത് സൂററ്റ് ടു ബിലിമോറയാണ് അല്ലെ. സൂററ്റ് ടു ബിലിമോറയാണ് വരുന്നത് എന്നുകൂടി ഓർത്തു വെച്ചേക്ക. അതിവേഗ ഇടനാഴി ആദ്യഘട്ടമായ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ആണ് 2027 അത് സൂറത്ത് ബിലിമോറയിലും പിന്നീട് എന്താണ് 2027 പ്രവർത്തന സജ്ജമാകും. പിന്നെ 2028 താനെയും 2029 മുംബൈ വരെ നീട്ടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി ഇത് നൽകുന്നത് ആരാണ്? ബുള്ളറ്റ് ട്രെയിൻ ജപ്പാനാണ്. ഈ 10 ഷിങ്കൻസെൻ ട്രെയിനുകൾ നൽകുന്നത് ഇന്ത്യക്ക് വേണ്ടി നൽകുന്നത് ജപ്പാനാണ് എന്ന് നമ്മുടെ ആര് പറഞ്ഞിട്ടുണ്ട്? ജപ്പാനാണ് നൽകുന്നതെന്ന് നമ്മുടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുണ്ട്.
ഓർത്തിരിക്കേണ്ട. അപ്പൊ ജപ്പാനാണ് ഇത് നൽകുന്നതെന്നും ഈ 10 ഷിങ്കൻസെൻ ട്രെയിനുകളാണ് ഇന്ത്യക്ക് വേണ്ടി ജപ്പാൻ നൽകുന്നത് എന്നും ഓർത്തു വെച്ചേക്കുക കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന ജീവചരിത്രം രചിച്ചത് ആരാണ്? അത് ഡോക്ടർ കെ ആഷിയാണ് അല്ലെ. മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന ജീവചരിത്രം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ കെ ആഷിയാണ് രചിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തിടെ വേലു നാച്ചിയരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? വേലു നാച്ചിയർ എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. വേലു നാച്ചിയർ എന്ന് പറയുന്നത് പ്രതിമ അനാച്ഛാദനം ചെയ്തത് ചെന്നൈയിലാണ്. ഇനി 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് അമേരിക്കയാണ്. രണ്ടാം സ്ഥാനത്ത് ആർക്കാണ്? രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് കെനിയക്കാണ്. മൂന്നാം സ്ഥാനം കാനഡയ്ക്കാണെന്ന് നമ്മൾ പറഞ്ഞു. അമേരിക്കക്ക് ടോട്ടൽ 26 മെഡലുകളാണ് നേടിയത്. അതിൻ്റെ അകത്ത് 16 എണ്ണം ഗോൾഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇന്ത്യയുടെ മെഡൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് നിലവിൽ മെഡലുകൾ ഒന്നും നേടാൻ ഈ ഒരു അത്ലറ്റിക്കിൽ ഈ ഒരു ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നീരജ് ചോപ്ര 8ാം സ്ഥാനത്തേക്കും ജാവലിൻ ത്രോയിൽ പ്രതീക്ഷയായിരുന്ന നീരജ് ചോപ്രയ്ക്ക് 8ാം സ്ഥാനമാണ് കരസ്ഥമാക്കാൻ സാധിച്ചത്. സച്ചിൻ യാദവിന് 4ാം സ്ഥാനവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കാര്യമായിട്ടുള്ള ഒരു മെഡൽ നേട്ടമൊന്നും ഈ ഒരു ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നേടാൻ സാധിച്ചില്ല. എനിവേ അടുത്തതില് ഇന്ത്യ തിരിച്ചു പിടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അമേരിക്കയാണ് മെഡൽ ടേബിളിൽ ഒന്നാമതുള്ളത്. ഇനി 2ാം സ്ഥാനത്ത് കെനിയയും 3ാം സ്ഥാനത്ത് കാനഡയുമാണെന്ന് ഓർത്തു വെച്ചേക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വളരെ വിജയകരമായിട്ട് ഇന്നത്തെ കറണ്ട് അഫേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്നലത്തെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോഡ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2027 8ാമത് കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിലെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫേഴ്സ് ആണ്. ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു കറണ്ട് അഫേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിലെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളുക. അതുപോലെ തന്നെ നമ്മുടെ വിവിധ ദേവസ്വം ബോർഡുകൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള വിവിധ ദേവസ്വം ബോർഡ് എക്സാമുകൾ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പർ നോട്ട്സിന്റെ ഒരു ബാച്ച് ആണ് ബ്രഹ്മ ബാച്ച് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തിരുവിതാംകൂർ, കൊച്ചിൻ, അതുപോലെ തന്നെ കൂടൽമാണിക്യം, ഗുരുവായൂർ, അങ്ങനെ വിവിധ ദേവസ്വം ബോർഡ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പർ നോട്ട്സിന്റെ ബ്രഹ്മ ബാച്ച് ഇന്ന് ലോഞ്ച് ആവുന്നതാണ്. ഇന്ന് വൈകിട്ട് ഇതിന്റെ ഓറിയന്റേഷൻ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ ആയിട്ടുള്ള 8281223366 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പ്രിന്റബിൾ PDF മെറ്റീരിയൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ പഠിച്ചുകൊണ്ട് നമുക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ബാച്ചിൽ പ്രൊവൈഡ് ആകുന്നതാണ്. എല്ലാവിധ ദേവസ്വം ബോർഡ് എക്സാമുകളും പരീക്ഷകളെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു ബാച്ച് നമ്മൾ ലോഞ്ച് ആക്കിയിരിക്കുന്നത്. ബ്രഹ്മ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് വളരെ വിജയകരമായിട്ട് വളരെ ആക്റ്റീവായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നാളെ രാവിലെ 10:30 നമുക്ക് വീണ്ടും നമ്മുടെ കറണ്ട് അഫേഴ്സ് ലൈവിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യുക, സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക, കറണ്ട് അഫേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു ദിവസം പോലും കറണ്ട് അഫേഴ്സ് മിസ്സാക്കാതെ ഡെയിലി കറണ്ട് അഫേഴ്സ് കാണാൻ ശ്രമിക്കുക. അപ്പൊ നാളെ നമുക്ക് 10:30 ലൈവിൽ കാണാം. അതുവരേക്കും ബൈ.